മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. മുത്തച്ഛനും കൊച്ചുമോളും 51 എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താ? മുത്തച്ഛനും കൊച്ചുമോൾക്കകത്തും ബോധിസത്വ കഥകൾ. ബോധിസത്വ കഥകൾ എന്ന പരമ്പരയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 3-ാമത്തെ അധ്യായമാണ് മുത്തച്ഛനും കൊച്ചുമോളും എന്ന പരിപാടിയുടെ 51-ാം എപ്പിസോഡായി ഇന്ന് നടത്തുന്നത്. ബോധിസത്വൻ എന്ന കഥാപരമ്പരയുടെ 3-ാമത്തെ അധ്യായം. ഇന്നത്തെ കഥ ഒരു കുറുക്കൻ്റെയും എലികളുടെയാണ്. കുറുക്കൻ എന്ന് പറഞ്ഞാൽ കൗശലക്കാരനാണ്, അറിയാമല്ലോ. കള്ളക്കുറുക്കൻ, കൗശലക്കാരനായ കുറുക്കൻ. ഇങ്ങനെ കുറുക്കനെ പറ്റി വളരെ ഈ കുശാഗ്ര ബുദ്ധി, എന്ത് കള്ളത്തരങ്ങളും ഒപ്പിക്കാനും ഒക്കെയുള്ള സാമർഥ്യമുള്ള ഒരു ജീവിയാണ് കുറുക്കൻ. അവൻ അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നീക്കുന്നത്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് മുന്തിരിങ്ങ പുളിക്കും എന്നുള്ള കഥ. മുന്തിരിങ്ങ ചാടിപ്പറിക്കാൻ നോക്കി, കിട്ടിയില്ല. എത്താതെ വന്നു കഴിഞ്ഞ് പല പ്രാവശ്യം ചാടി കിട്ടാതെ വന്നതിനോ ഇത് പുളിക്കുന്നതാ, വേണ്ട എന്ന് പറഞ്ഞ് പോവുക. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ ഇവൻ മണ്ടനായി എന്നുള്ളത് വരാതിരിക്കാൻ, അങ്ങനെയുള്ള ചില കുശാഗ്ര ബുദ്ധികൾ ഉള്ള ജീവിയാണ് കുറുക്കൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറുക്കൻ്റെയും കുറച്ച് എലികളുടെയും കഥയാണ് ഇന്ന് പറയുന്നത്. ഒരു കാട്ടിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു. എല്ലാ കാട്ടിലും ഉണ്ട് കുറുക്കനും സിംഹവും ഒക്കെ, അല്ലേ? അതുപോലെ ഒരു കാട്ടിൽ ഒരു കുറുക്കൻ. അവൻ ഇങ്ങനെ വിശന്ന് നടക്കുക. കുറേ ദൂരം ചെന്നപ്പോൾ ആ കാട്ടിൽ തന്നെ കുറേ എലിക്കൂട്ടം താമസിക്കുന്നവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഈ എലിക്കൂട്ടത്തിനെ ഒന്നിച്ച് പിടിച്ച് തിന്നാൻ പറ്റുകയില്ല. കുറേശ്ശെ കിട്ടുകയാണെങ്കിൽ അവന് മൃഷ്ടാന്ന ഭോജനമായി ദിവസവും ഭക്ഷണം കിട്ടും. തപ്പിപ്പോകണ്ടല്ലോ. അതിനെന്തെങ്കിലും ഒരു ബുദ്ധി പ്രയോഗിക്കണമെന്ന് വിചാരിച്ചു ഈ കുറുക്കൻ. അവനിങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവനൊരു ദിവസം ഒരു സന്യാസിയുടെ വേഷത്തിൽ ഒരു പാറയുടെ പുറത്ത് കയറിയിരുന്നു. ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. നാരായണ രാമകൃഷ്ണ ഗോവിന്ദ എന്നൊക്കെ ജപിച്ചുകൊണ്ട് കള്ളസന്യാസിയായിട്ട് വേഷം കെട്ടി നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ എലിക്കൂട്ടം ഇങ്ങനെ നടന്നു വരിക. അതിൽ അവർക്ക് വേണ്ട തീറ്റയൊക്കെ സമ്പാദിച്ച് തിന്നേണ്ടത് തിന്ന് വീട്ടിൽ കൊണ്ടുപോയി അവരുടെ മാളത്തിൽ ഒളിപ്പിച്ച് വെക്കും. അങ്ങനെയൊക്കെ അവരുടെ രീതിയിൽ അവരങ്ങനെ ജീവിക്കുക. അപ്പോൾ ഈ എലിക്കൂട്ടം വന്ന് ഈ സന്യാസിയെ കണ്ടപ്പോൾ അവർക്കൊരു വലിയ സംശയം. എടാ, കുറുക്കൻ സന്യസിക്കുമോ? അവൻ നമ്മളെയൊക്കെ പിടിച്ച് തിന്നേണ്ടതല്ലേ? അപ്പം ഈ എലിക്കൂട്ടത്തിൻ്റെ നേതാവ് ആരാന്നറിയാമോ? നമ്മുടെ ബോധിസത്വനാണ്. എലിയായിട്ടാണ് ഈ ജന്മത്തിൽ ബോധിസത്വൻ വന്നിരിക്കുന്നത്. ഈ എലിക്കൂട്ടത്തിൻ്റെ നേതാവാണ് ബോധിസത്വൻ. അപ്പോൾ ബോധിസത്വൻ ഈ അനുയായികളെയും കൊണ്ട് കുറുക്കൻ്റെ അടുത്ത് ചെന്നു. മഹർഷി, എന്താണ് ഇങ്ങനെ അങ്ങ് ധ്യാനം തുടങ്ങിയിരിക്കുന്നു, അങ്ങ് എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഞാൻ സൂര്യഭഗവാനെ ധ്യാനിക്കുകയാണ്. അതാണ് കിഴക്കോട്ടും നോക്കുന്നത്. ഇങ്ങനെ ഓം നമോ ആദിത്യായ എന്നും പറഞ്ഞ് സൂര്യഭഗവാനെ ധ്യാനിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് നല്ല കാര്യമാണല്ലോ. എന്താണ് ഈ ഒറ്റക്കാലെ നിൽക്കുന്നത്? ഒറ്റക്കാലെ നിന്നാ ഇവൻ തപസ് ചെയ്യുന്നത്, വലിയ സന്യാസിയായിട്ടാണ്. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാരം മുഴുവൻ ഈ ഭൂമി താങ്ങണ്ടേ? അപ്പം ഒറ്റക്കാലെ നിൽക്കുകയാണെങ്കിൽ അതേ കൂടെ വരുന്ന ഭാരമല്ലേ താങ്ങുള്ളൂ, ഭൂമി താങ്ങേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ഒറ്റക്കാലെ തപസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങയുടെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ അനങ്ങാതെ നിന്ന് തപസ് ചെയ്താ? ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണമൊന്നുമില്ല, വായു ഭക്ഷണമാണ്. ഞാനിപ്പം വേറെ ഒന്നും കഴിക്കത്തില്ല. സസ്യങ്ങളോ മൃഗങ്ങളെ ഒന്നും തിന്നുകയില്ല.
ഞാൻ യഥാർത്ഥ സന്യാസി, ഉപവാസം എടുത്ത് ഉള്ള സന്യാസമാണ് ചെയ്യുന്നത്. വായു മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. അപ്പോൾ എലികൾക്ക് ഇതങ്ങ് വിശ്വാസമായി. നല്ലൊരു മഹർഷി, നല്ല സന്യാസി, ലോക നന്മയ്ക്ക് വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ശിഷ്യന്മാരായിട്ട് കൂടാം. അപ്പോൾ ഉടനെ എലികളും എല്ലാം ധ്യാനിക്കാൻ പഠിക്കാം, ഈ കുറുക്കൻ്റെ കൂടെ അങ്ങ് കൂടിക്കളയാം എന്ന് പറഞ്ഞ് അവർ കുറുക്കനോട് പറഞ്ഞു, എന്നാ സ്വാമി ഞങ്ങളെയും കൂടെ ശിഷ്യരാക്കി എടുക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ എല്ലാവരും വരിയായിട്ട്, അതാണ് കുറുക്കൻ്റെ ബുദ്ധി, ഒന്നിച്ചിങ്ങോട്ട് വരരുത്, വരിയായിട്ട് എല്ലാവരും വരിക, വന്നിങ്ങനെ വരിയായിട്ട് നിന്ന് ഞാൻ ചെയ്യുന്നത് പോലെ പ്രാർത്ഥിച്ചോണം എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളെ ഞാൻ ശിഷ്യരാക്കി എടുത്തിരിക്കുന്നു. എലികൾക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ഇവർ വന്നു, ധ്യാനമെല്ലാം കഴിഞ്ഞു, സ്വാമിയുടെ നല്ല ഉപദേശങ്ങളും ഒക്കെ കൊടുത്ത് സ്വാമി ഇവർ സന്തോഷമായിട്ട് പോയി. പോകുമ്പോൾ ശ്രദ്ധിച്ചു വേണം, ആരും തിരിഞ്ഞു നോക്കരുത്, പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്, നേരെ നോക്കി പൊക്കോണം, വരിയായിട്ട് പൊക്കോണം. 1 2 3 4 5 ഇങ്ങനെ വരിയായിട്ട് പൊക്കോണം, അത് മുന്നോട്ട് പോവുക, പുറകോട്ട് ആരും തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഈ സന്യാസത്തിൻ്റെ ഒരു ഭാഗമെന്ന് വിചാരിച്ച് ഈ പാവ എലികൾ അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇവരുടെ നേതാവ് ബോധിസത്വനാണല്ലോ. ബോധിസത്വൻ ഏതായാലും നിസ്സാരക്കാരനായിരിക്കത്തില്ലല്ലോ. അപ്പോൾ ബോധിസത്വൻ ശ്രദ്ധിച്ചപ്പം എലികളുടെ എണ്ണം കുറയുന്നു. അതെന്താ പരിപാടിയായി? സ്വാമിയുടെ അടുത്ത് വരാൻ തുടങ്ങി പിന്നെ എലികളുടെ എണ്ണം കുറയുന്നു. എന്താ ചെയ്യുക? ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ഇപ്പം പെട്ടെന്ന് കൂടെയുള്ള എലികളോട് ഇത് പറഞ്ഞാൽ അവരെല്ലാം പേടിച്ചു പോകും. അതുകൊണ്ട് ബോധിസത്വനൊന്നും മിണ്ടിയില്ല. ബോധിസത്വൻ ഒരു തീരുമാനമെടുത്തു, നാളെ പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ നിൽക്കാം, അവസാനം. കാരണം അപ്പം മുൻപേ പോകുന്നവരെയൊക്കെ കാണാമല്ലോ. അപ്പം എങ്ങനെയായി എണ്ണം കുറയുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ ബോധിസത്വൻ അന്ന് ഏറ്റവും പിറകിലാണ് നിന്നത്. മുൻപിൽ നിന്ന് ഓരോരുത്തർ പോകും, ഇയാൾ പുറകെ നിൽക്കും. അപ്പം ഈ കുറുക്കൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നറിയോ? തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ട് പൊക്കോണം എന്നല്ലേ എലികളോട് പറഞ്ഞിരുന്നത്. അപ്പം മുമ്പേ പോകുന്നവരങ്ങ് പോവും, ഏറ്റവും പുറകെ വരുന്നവനെ ഇവൻ ചാടിപ്പിടിക്കും. കുറുക്കൻ വായും പൊത്തി ചാടിപ്പിടിച്ച് ഇവൻ ശാപ്പിടും. അത് മുമ്പേ പോകുന്നവരറിയുമോ? അറിയുകയില്ല. അങ്ങനെയാണ് ഇവൻ ഈ എലിക്കൂട്ടങ്ങളെ, എലിയെ ഓരോന്നിനെ ഓരോ ദിവസം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബോധിസത്വന് അത് മനസ്സിലായി. ബോധിസത്വൻ എന്ത് ചെയ്തു? അന്നത്തെ ദിവസം ഏറ്റവും ഒടുക്കം പോകാമെന്ന് വെച്ച് നിന്ന് ഓരോരുത്തരെ വരിയായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. ലാസ്റ്റ് ബോധിസത്വൻ്റെ പക്കമായപ്പോൾ പെട്ടെന്ന് ബോധിസത്വൻ പുറകോട്ട് തിരിഞ്ഞപ്പോൾ എന്നാ കാണുന്നത്? ഈ കള്ളക്കുറുക്കൻ ബോധിസത്വനെ ഞെക്കി പിടിക്കാനായിട്ട് അങ്ങോട്ട് വരിക. ബോധിസത്വൻ ചാടി അവൻ്റെ പെടലിക്ക് ഒരു കടി കൊടുത്തു. അപ്പത്തേനും ബാക്കി എലികളും കൂടെ എല്ലാം ചാടി ഇവനെ കടിച്ച് പറിച്ച് ആ കുറുക്കൻ്റെ കഥ കഴിച്ചു, അവനെ കൊന്നു. എലികളെല്ലാം കൂടെ കൂടി. നമ്മൾ എന്താണ് ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠം? കൗശലക്കാരന് എല്ലാ കാലവും ഒന്നും ജനങ്ങളെ പറ്റിക്കാൻ പറ്റിയില്ല. അതൊരു തത്വം. എന്നെങ്കിലും അവൻ പിടിക്കപ്പെടും. അവൻ്റെ ഈ കുബുദ്ധി എന്നെങ്കിലും പിടിക്കപ്പെടും. 2, അങ്ങനെയുള്ളവന് നാശം, മരണം വരെ സംഭവിക്കാം. എലികൾ അവനെ കൊന്നില്ലേ? ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റുണ്ട്. ബോധിസത്വൻ എന്ന ആ നേതാവിൻ്റെ നിശ്ചയദാർഢ്യം, ആ നിശ്ചയദാർഢ്യം എന്താണെന്ന് വെച്ചാൽ, താൻ ഒരു സമൂഹത്തിൻ്റെ നേതാവാണ്. കുറേ എലികളുടെ നേതാവല്ലേ ബോധിസത്വൻ. അപ്പം ഈ എലികളുടെ എണ്ണം കുറയുന്നതായിട്ട് കണ്ടപ്പോൾ എന്താണ് എൻ്റെ സുഹൃത്തുക്കൾ, അല്ലെ എന്നെ വിശ്വസിച്ച്
എന്നെ നേതാവാക്കി നടത്തുന്ന ഈ പാവം എലികൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ട ചുമതല എനിക്കുണ്ട് എന്ന് ഒരു ബോധ്യം ആ ബോധിസത്വനുണ്ടായി, ആ എലിക്കുണ്ടായി. അതുകൊണ്ട് അതിൻ്റെ ജീവൻ പോലും പണയം വെച്ച് അത് കണ്ടുപിടിക്കാൻ അവൻ ഏറ്റവും പുറകിൽ നിന്നു. ഇന്നത്തെ നേതാക്കന്മാരങ്ങനെയാണോ? അവരവരുടെ കീശ വീർപ്പിക്കുക, അവർക്ക് പ്രശസ്തി ഉണ്ടാക്കുക, അവർക്ക് ധനലാഭം ഉണ്ടാക്കുക, അതിനേത് കുൽസിത മാർഗവും സ്വീകരിക്കുക. പ്രജകളുടെ ക്ഷേമമൊന്നും അവർക്ക് വിഷയമല്ല. നമുക്ക് തിന്നണം, കുടിക്കണം, ധാരാളിത്തം കാണിക്കണം, ലോകം മുഴുവൻ കറങ്ങണം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നേതാക്കന്മാർക്ക് ഉള്ള ചിന്ത. അങ്ങനത്തെ ഒരു നേതാവല്ലായിരുന്നു ബോധിസത്വൻ. എൻ്റെ അണികൾക്ക് എന്തോ ദോഷം സംഭവിക്കുന്നു ഈ സന്യാസിയുടെ അടുത്ത് വന്നതിന് ശേഷം, അതുകൊണ്ട് അത് കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്ന് വിചാരിച്ച് സ്വന്തം ജീവനെ പോലും തൃണവൽഗണിച്ച് ആ നേതാവായിരുന്ന ബോധിസത്വൻ ആ കള്ളക്കുറുക്കൻ്റെ കൗശലം പൊളിച്ചടുക്കി അവരെല്ലാം കൂടി അവനെ കൊന്നു. ആ നേതൃത്വ പാടവം, ആ നേതാവിൻ്റെ നിശ്ചയദാർഢ്യം, അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും മാതൃകയാക്കി എടുക്കേണ്ട ഒരു ഗുണപാഠം. കൗശലക്കാരൻ എന്നും നിലനിൽക്കുകയില്ല, അവന് നാശം സംഭവിക്കും. അതുപോലെ ഒരുപാട് ഈ കഥകളിലെല്ലാം ഒന്നിൽ കൂടുതൽ ഗുണങ്ങൾ പറയുന്നുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്നത്തെ ജീവിതമായിട്ട് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ കഥകൾക്ക്, അല്ലെ ബുദ്ധഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ഈ കഥകൾക്ക് ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും പ്രസക്തി നിലനിൽക്കുന്നു. കാലിക പ്രസക്തങ്ങളാണ് അവ എന്നുള്ളതാണ് ഈ കഥകളുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ആലോചിച്ചു നോക്കൂ, നാം ഓരോരുത്തരും ഇന്നത്തെ നേതാക്കന്മാരുടെ സ്വഭാവമായിരുന്നോ ആ ബോധിസത്വൻ എന്ന എലി കാണിച്ചത്? അല്ല. സ്വന്തം ജീവൻ പോലും കളയാൻ മടിയില്ലാതെ ആ അണികളെ, എങ്ങനെ അണികൾക്ക് ശോഷണം സംഭവിക്കുന്നു, അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ അയാൾ പരിശ്രമിച്ചു, അതിൽ വിജയിച്ചു. അങ്ങനെ അവരുടെ നേതാവായി നീണാൾ ആ എലിക്കൂട്ടം അദ്ദേഹത്തിനെ കൊണ്ടു നടന്നു. ഇന്നത്തെ ഞങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കുറുക്കനും എലികളും എന്ന കഥ, ബോധിസത്വ പരമ്പരയിലെ കഥ, 3-ാമത്തെ അധ്യായം ഇന്നിവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ സുഹൃത്തുക്കളിലേക്കും പരിചയക്കാരിലേക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് ഞങ്ങളെ കൂടുതൽ ഈ പരിപാടി മികവുറ്റതാക്കുവാൻ സഹായിക്കുക. നന്ദി, നമസ്കാരം.